അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തുവാണെന്നറിയാമോ? പറഞ്ഞു തരാവേ. നമ്മൾ ഇന്ന് കോയമ്പത്തൂർക്ക് പോവാണ്. ഞാൻ വർക്ക് ചെയ്തതൊക്കെ അവിടെയായിരുന്നു കേട്ടോ. ഒരു 2.5 വർഷം അവിടെ ഉണ്ടായിരുന്നേ. അപ്പം അവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാനും പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ ടീമി. അവൾ കോളേജിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ് അവൾ. അപ്പം ഞാനും ടീമിയും അവളുടെ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും പിന്നെ എൻ്റെ മാളുക്കുട്ടനോട് കൂടിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ടിമിയുടെ തന്നെ ഒരു ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ 3 പേരാണ് ഇതേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ ജാതിക്ക കൊണ്ടുവന്നായിരുന്നു ഉപ്പിലിട്ടതല്ല, കട്ട് ചെയ്തിട്ട് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടത്. അപ്പോൾ ഞങ്ങളിതാ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് 7:20 വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി വന്നത് 9:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ്. നമ്മൾ വെളുപ്പിനെ ഒരു 2:30 ആയപ്പോഴത്തേനും കോയമ്പത്തൂർ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാണിച്ചതാണ്. അപ്പം നമ്മളിതാ ഈ പയ്യൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവൻ്റെ പേര് മനോജ് എന്നാണ്. പിന്നെ ഇവൻ്റെ കൂട്ടുകാരൻ ഒരാളൂടെ ഉണ്ട്. അവൻ്റെ പേര് കിഷ എന്നാണേ. ഇവർ ശരിക്കും എൻ്റെ അനിയന്മാർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു ബിറ്റ് കിട്ടിക്കാണുമായിരിക്കുമല്ലോ. ഇത് പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ അവളെ ഒന്ന് കാണിച്ചു തന്നാണ്. ഞങ്ങളിതാ ഒരു പാത്രമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ പാത്രം നിറയെ എന്തുവാണെന്നറിയാമോ? മനോജിൻ്റെ അമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ചപ്പാത്തിയും കറിയുമായിരുന്നു. അപ്പം നമ്മൾ ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. വണ്ടിയിൽ വേറെ വെക്കാൻ സ്പേസ് ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈശോയൊക്കെ പോയി കണ്ട്, അതുപോലെ തന്നെ ഒരു ഹനുമാൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെയും പോയി. അതുകൂടാതെ നമ്മളൊരു ഡാമൊക്കെ പോലത്തെ ഒരു സംഭവം അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ ഇത്രയും സ്ഥലത്തുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതാ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ വഴികളും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി. വേറൊന്നുമല്ല, നമ്മൾ പോയപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഇങ്ങോട്ട് നോക്കി, ഇതാണ് കേട്ടോ നമ്മൾ എൻട്രി സ്ഥലം. ഇതാണേ, നല്ല അടിപൊളിയായിട്ടുണ്ട് അവിടെ കാണാൻ വേണ്ടി. ഞാനിവിടെ ഇപ്പോൾ 2-3 പ്രാവശ്യമായി പോകുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ വർക്ക് ചെയ്ത് 2.5 വർഷമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പം ഇത് അങ്ങനെ ഒരു പോക്കും കൂടെ ആയിരുന്നു. പിന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ വലിയൊരു മാല കണ്ടോ? അതുണ്ടല്ലോ, രുദ്രാക്ഷം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ രുദ്രാക്ഷമാണ്. അത് നിറയെ രുദ്രാക്ഷ മണികളാണ് കേട്ടോ. അത് നിറച്ചും അതെ, എത്രയും വലിയതാണ് അവർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ കമ്പിയിലെല്ലാം ശൂലങ്ങളും ഒക്കെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെനിക്ക് തോന്നുന്നത് ശിവരാത്രിക്ക് വന്നാലാണ് ഇത് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് വന്നാലും അടിപൊളിയാണ്. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വീഡിയോസിലും ന്യൂസിലും ഒക്കെ ആയിരിക്കും നമ്മളിത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അപ്പം നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, എനിക്കതെല്ലാം ഓൾറെഡി പോയി കിടക്കുവാണ് കേട്ടോ. ഞാൻ പോയി ശീലം ഉള്ളത് കൊണ്ട് അതുകൊണ്ട് നമുക്കിതൊന്നും വലിയ പുത്തിരിയുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അവിടുന്ന് മനോജ് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പോകാൻ, ചേച്ചി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോവുകയാണ്. നമ്മുടെ വണ്ടി ഓടിക്കുന്നത് കിഷയാണ്. അവനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവർ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊക്കെ വരാറുള്ള പിള്ളേരാണ്. ഓണത്തിനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള പിള്ളേർ സെറ്റൊക്കെയാണ്. പിന്നെ നമ്മുടെ ഏറ്റുമാനൂരമ്പലത്തിലെ ഉത്സവത്തിനും ഒക്കെ ഇവരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പം ഇവിടെ നമ്മുടെ ഈ വഴി സൈഡ് നിറയെ ഉള്ളത് ഈ കൊങ്ങിണിപ്പൂക്കളായിരുന്നു. പല കളറുകളിലുള്ള കൊങ്ങിണിപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമായിരുന്നേ. നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം പാട്ടൊക്കെ ഇട്ട് നമ്മൾ സ്വന്തമായിട്ട് തുള്ളി മറിഞ്ഞൊക്കെ പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഇടയ്ക്കൊന്ന് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇവിടെ ഈ കുതിരയല്ലല്ലോ, അതിൻ്റെ പേരെന്തുവാ, കാളവണ്ടി സർവീസും ഇവർക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ആ വ്യൂ ഒന്ന് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡാം പോലത്തെ സംഭവം ഉണ്ടെന്ന്, അവിടെ പോയ പിക്ചറുകളെ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. അപ്പോൾ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഈ കൂടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.